സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഴുവേല് ബാബുജിയുടെ നോവൽ വൈറ്റ് ഹിൽ. തണ്ണീർമുക്കം കായലിന് നടുവിലൂടെയുള്ള റോഡ്. ഇരുവശത്തും ആകാശം മുട്ടെ നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ കുട പോലെ റോഡിനെ മൂടിയിരിക്കുകയാണ്. നേരം സന്ധ്യയായിരിക്കുന്നു. ബണ്ടിനോട് ചേർന്നുള്ള പെട്ടിക്കടകളിൽ ഗ്യാസ് ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നു. റോഡിനിരുവശത്തും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് കാറ്റ് കൊള്ളാനെത്തിയവരും വഴിയാത്രക്കാരും നല്ല തിരക്ക്. പെട്ടെന്ന് കോട്ടയം ഭാഗത്തു നിന്ന് പാഞ്ഞു വന്ന ഒരു പൾസർ ബൈക്ക് കൂറ്റൻ പാലമരത്തിനരികിലുള്ള കടയ്ക്കരികിൽ ബ്രേക്കിട്ട് നിന്നു. കട്ടറിൽ കരിക്ക് വെട്ടുകയായിരുന്ന മെല്ലിച്ച് നീളമുള്ള ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കി. ബൈക്കിന് പിന്നിൽ നിന്ന് വിസ്മയ റോഡിലേക്ക് ഇറങ്ങി. പിന്നാലെ ഹെൽമറ്റ് ഊരി റിയർ വ്യൂ മിററിലേക്ക് തൂക്കിക്കൊണ്ട് സിദ്ധാർത്ഥനും. തങ്കച്ചോ, 2 ചോക്കോബാർ, അവൻ കടക്കാരനോട് പറഞ്ഞു. തങ്കച്ചൻ ചിരിച്ചു. അല്ല, രണ്ടാളും കൂടി ഇതെവിടെ പോയി? കോട്ടയത്ത് അമ്മ വീട്ടിൽ. സിദ്ധാർത്ഥൻ കൈകൾ ഒന്ന് വീശിക്കുടഞ്ഞിട്ട് സ്റ്റൂളിലിരുന്നു. 27 വയസ്സ് വരും അവന്. നീല ജീൻസും മഞ്ഞ ടീഷർട്ടും വേഷം. വിസ്മയ അവനോട് ചേർന്ന് നിന്നു. ഇളം നീലയിൽ മഞ്ഞ പൂക്കളുള്ള ചുരിദാറാണ് വേഷം. ചന്ദനത്തിന്റെ നിറമാണവൾക്ക്. അധികം വണ്ണമില്ലാത്ത ശരീരം, വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. തങ്കച്ചൻ വെട്ടിയ കരിക്ക് ഒരു സായിപ്പിന് കൊടുത്തിട്ട് പെട്ടി ഓട്ടോക്കരികിലേക്ക് നീങ്ങി. ഇന്ന് നിന്റെ അപ്പൻ വന്നില്ലേടാ? സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി. ഇല്ല, അപ്പച്ചന് പനി, അതുകൊണ്ട് എനിക്ക് പണിയും കൂടി. തങ്കച്ചൻ ഐസ് ബോക്സ് തുറന്ന് ചോക്കോബാറുകൾ എടുത്തു കൊടുത്തു. ചേർത്തലയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വേമ്പനാട് ബസ് ചീറിപ്പാഞ്ഞു പോയി. സിദ്ധാർത്ഥനും തങ്കച്ചനും സുഹൃത്തുക്കളാണ്. തങ്കച്ചന്റെ വീട് പുത്തനങ്ങാടിയിൽ. അടുത്ത കസ്റ്റമർ വന്നപ്പോൾ തങ്കച്ചന്റെ ശ്രദ്ധ അയാളിലേക്കായി. സിദ്ധാർത്ഥൻ ഐസ് നുണഞ്ഞുകൊണ്ട് കൽക്കെട്ടിലേക്ക് നീങ്ങി നിന്നു. വിസ്മയയും. അകലെ വേമ്പനാട്ട് കായലിന് നടുവിൽ കറുത്ത കുട കമഴ്ത്തി വെച്ചതുപോലെ പാതിരാമണൽ. ഇപ്പോൾ അതൊരു തുരുത്താണെന്ന് തോന്നുകയേയില്ല. ബണ്ടിനോട് ചേർന്നുള്ള റോഡിലൂടെ നിരനിരയായി വരുന്ന വാഹനങ്ങളുടെ തീക്കണ്ണുകൾ. കൂറ്റൻ പാലമരത്തിന് പിന്നിലെ നിഴലിൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ മെല്ലെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തു. ടച്ച് സ്ക്രീനിൽ വിരലോടിച്ചിട്ട് ഒരു കോൾ അയച്ചു. പിന്നെ ശബ്ദം താഴ്ത്തി. തുടർന്ന് സ്കൂട്ടറിൽ കയറി ഓടിച്ചു പോയി. ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണ്ടേ? വിസ്മയ പ്രേമപൂർവം അവനെ നോക്കി. പോയേക്കാം. സിദ്ധാർത്ഥൻ തിരിഞ്ഞു. തങ്കച്ചനു പണം നൽകി. പിന്നെ ബൈക്കിൽ കയറി. ദേ, അയാളെ നോക്കിയേ. പിന്നിൽ കയറുന്നതിനിടയിൽ വിസ്മയ അവനെ തോണ്ടി. സിദ്ധാർത്ഥൻ തിരിഞ്ഞു നോക്കി. അവൻ അത്ഭുതം തോന്നി. തന്നോട് ഏറെ സാമ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തങ്കച്ചന്റെ കടയിലേക്ക് വരുന്നു. സിദ്ധാർത്ഥൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കായലിൽ നിന്നൊരു തണുത്ത കാറ്റ് വീശി. വിസ്മയുടെ മുടിയിഴകൾ ഇളകി. ബൈക്ക് പാഞ്ഞുപോയി. കടയിലേക്ക് വന്ന ചെറുപ്പക്കാരൻ തങ്കച്ചനോട് ശബ്ദം താഴ്ത്തി. ചേട്ടാ, ഒരു ഗ്ലാസ് തരാമോ? തങ്കച്ചൻ മറുപടി പറയും മുമ്പ് കായൽ പരപ്പിൽ ഓളപ്പാത്തികൾ വന്നിടിച്ച് ശബ്ദമുണ്ടാക്കി. തങ്കച്ചൻ വെട്ടിത്തിരിഞ്ഞു. ഒരു സ്പീഡ് ബോട്ട് തിമിംഗലത്തെ പോലെ പാഞ്ഞു വന്ന് അത് വെട്ടിത്തിരിഞ്ഞു. ഒരു വശം ചെരിഞ്ഞ് കൽക്കെട്ടിനോട് ചേർന്ന് വേഗം കുറച്ചു. ബോട്ടിൽ നിന്ന് 4 പേർ കൽക്കെട്ടിലേക്ക് കുതിച്ചു ചാടി. തങ്കച്ചന്റെ തൊണ്ടയിൽ ഒരു നിലവിളി മുറിഞ്ഞു. അവരുടെ കൈകളിൽ ഇരുന്ന വടിവാളുകൾ ഗ്യാസ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. കർത്താവേ! തങ്കച്ചൻ നെഞ്ചിൽ കൈവച്ചു. അടുത്ത നിമിഷം ആഗതർ ചെറുപ്പക്കാരന്റെ നേർക്ക് കുതിച്ചു. വാളുകൾ വായുവിൽ പുളയുന്നതിന്റെ സീൽക്കാരം മാത്രമേ കേട്ടുള്ളൂ തങ്കച്ചൻ. ഒപ്പം ചെറുപ്പക്കാരന്റെ ഹൃദയം പിളരുന്ന അലർച്ച. അമ്മേ! ബോട്ടിൽ വന്നവർ ക്ഷണത്തിൽ പിന്തിരിഞ്ഞു. കൽക്കെട്ടിൽ നിന്ന് ബോട്ടിലേക്ക് ചാടി വന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ബോട്ട് തിരിച്ചു പാഞ്ഞു. നിമിഷത്തിനുള്ളിൽ ഇരുട്ടിൽ മറഞ്ഞു. തങ്കച്ചൻ ശ്വാസം വിടാൻ പോലും മറന്നു മരവിച്ചു നിന്നു. ചുറ്റും ചോര തെറിപ്പിച്ചുകൊണ്ട് വെട്ടുകൊണ്ട ചെറുപ്പക്കാരൻ മുന്നോട്ടോടി. അവന്റെ കാലുകൾ വേച്ചു. റോഡിന് നടുവിൽ വല്ലാത്തൊരു വിലാപത്തോടെ അവൻ കമിഴ്ന്ന് വീണ് പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. പാഞ്ഞു വന്ന ഒരു കാർ അവന്റെ അരികിൽ ബ്രേക്ക് അലറി നിന്നു. ആളുകൾ ഓടിക്കൂടി. ഒരു പോലീസ് ജീപ്പ് സൈറൻ ഇട്ടുകൊണ്ട് പാഞ്ഞെത്തി. എസ്ഐയും പോലീസുകാരും ചാടിയിറങ്ങി. ഒരു നിമിഷം എസ്ഐ നിക്സൺ പോൾ ആ രംഗം നോക്കി നിന്നു. ചെറുപ്പക്കാരന്റെ ശിരസിൽ നിന്നും ശരീരത്തിൽ നിന്നും റോഡിലേക്ക് ചോര ഒഴുകി പടരുകയാണ്. പച്ച ചോരയുടെ ഗന്ധം. നിക്സൺ പോൾ കുനിഞ്ഞു നിന്നു. അവന്റെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കി.
പിന്നെ നിരാശയോടെ മുഖമുയർത്തി തലയിൽ നിന്ന് തൊപ്പിയെടുത്തു. സിദ്ധാർത്ഥനും വിസ്മയയും അപ്പോൾ തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിനടുത്തെത്തി ഇടത്തേക്ക് തിരിഞ്ഞു. മുന്നിൽ അധികം പഴക്കമില്ലാത്ത വീട്. ബൈക്കിന്റെ ശബ്ദം കേട്ടതും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. സെറ്റും മുണ്ടും വേഷം. നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു. അവർ ചിരിച്ചു. ഞങ്ങൾ ബണ്ടിലൊന്നിറങ്ങി. സിദ്ധാർത്ഥൻ പറഞ്ഞു. ഞാൻ ഊഹിച്ചു. അവർ തിരക്കി. പോയ കാര്യം എന്തായി? പോയത് ഞാനും കൂടിയല്ലേ അമ്മേ, നടക്കാതിരിക്കുമോ? വിസ്മയ പറഞ്ഞു. വസുമതി ഒന്ന് മൂളി. കോട്ടയത്ത് വിസ്മയുടെ മുത്തശ്ശിയിൽ നിന്ന് കുറെ പണം വാങ്ങാൻ പോയതായിരുന്നു ഇരുവരും. വസുമതിയുടെ സഹോദരന്റെ മകനാണ് സിദ്ധാർത്ഥൻ. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒറ്റ മകളാണ് വിസ്മയ. അവളെ സിദ്ധാർത്ഥന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് തീരുമാനം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? സിദ്ധാർത്ഥൻ തിരിഞ്ഞു നടക്കാനാഞ്ഞു. നീ കേറുന്നില്ലേ? ഇല്ല, നാളെ വരാം. സിദ്ധാർത്ഥൻ മടങ്ങി. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാണ് വീട്. ഒരു ഇരുനില കെട്ടിടം. അവൻ ബെല്ലടിച്ചു. സിദ്ധാർത്ഥന്റെ അമ്മ കമലം വന്ന് വാതിൽ തുറന്നു. പിന്നിൽ രാധികയും കാജലും ഉണ്ടായിരുന്നു. അവന്റെ സഹോദരിമാർ ഒന്നുപോലെ വളർന്നു നിൽക്കുന്ന സുന്ദരികൾ. രാധിക ബി.എഡ് കഴിഞ്ഞു. കാജൽ BDSന് അവസാന വർഷം. അച്ഛൻ വിളിച്ചോ അമ്മേ? അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൻ തിരക്കി. ഇല്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അവർ പിറുപിറുത്തു. രണ്ടാം നിലയിലെ തന്റെ മുറിയിലെത്തിയ സിദ്ധാർത്ഥൻ വേഷം മാറി. കായലോരത്താണ് വീട്. കായലോളങ്ങൾ കരയിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു. അവൻ ബാത്റൂമിൽ കയറി ഷവറിനടിയിൽ നിന്നു. അടുത്തയാഴ്ച രാധികയുടെ വിവാഹമാണ്. ചേർത്തലക്കാരൻ പയ്യൻ. വിവാഹ ഉറപ്പിന് അച്ഛൻ വന്നിരുന്നു. വിവാഹത്തിന് വേണ്ട പണവും മറ്റുമായി നാളെയോ മറ്റന്നാളോ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ദരിദ്രനായ ചന്ദ്രശേഖരൻ കമലത്തെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. അതോടെ ഇരു കൂട്ടരും അവരെ കൈയൊഴിഞ്ഞു. കമലത്തിന്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുണ്ടായിരുന്ന വസ്തു വിറ്റിട്ടാണ് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയത്. ബാക്കി പണവുമായി തമിഴ്നാട്ടിലേക്ക് പോയതാണ് ചന്ദ്രശേഖരൻ, ശിവഗംഗയിൽ. പക്ഷേ അയാളെ ആരോ പറ്റിച്ചു. കുറേ വസ്തുക്കൾ വാങ്ങിക്കൊടുത്തു. ആർക്കും വേണ്ടാത്ത തരിശു കുന്നുകൾ. ചന്ദ്രശേഖരൻ പക്ഷേ അവിടെ തന്നെ കൂടി. വർഷത്തിൽ 2-3 തവണ വരും. ഒരു പഴയ ജീപ്പിൽ. എന്താണ് അയാൾക്ക് അവിടെ പണി? ആർക്കും അറിയില്ല. വരുമ്പോൾ കുറച്ച് പണം കൊണ്ടുവരും, അത്രമാത്രം. ഈ വീട് വെച്ചത് ബാങ്ക് ലോൺ വഴിയാണ്. ചന്ദ്രശേഖരൻ തന്നെയാണ് ലോൺ അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 മാസമായി അടയ്ക്കുന്നില്ല. ബാങ്കുകാർ ജപ്തി ഭീഷണി മുഴക്കിയിരിക്കുന്നു. രാധികയ്ക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുക്കണം. ഒക്കേക്കും അച്ഛൻ വരണം. കുളി കഴിഞ്ഞെത്തിയ സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചു. നേരം 10 മണി. അവൻ TV ഓൺ ചെയ്തപ്പോൾ ഫോൺ ശബ്ദിച്ചു. ടീപ്പോയിൽ നിന്ന് സിദ്ധാർത്ഥൻ അതെടുത്ത് നമ്പർ നോക്കി. തങ്കച്ചനാണ്. അവൻ ഫോൺ കാതോട് ചേർത്തു. എന്താടാ? അപ്പോൾ നീ സംഗതി അറിഞ്ഞില്ലേ? നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞതും ബണ്ടിൽ ഒരു കൊലപാതകം നടന്നു. ഏ? സിദ്ധാർത്ഥൻ അമ്പരന്നു. തങ്കച്ചൻ സംഭവം വിശദീകരിച്ചു. തരിച്ചിരുന്നു പോയി സിദ്ധാർത്ഥൻ. തന്റെ രൂപസാദൃശ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ആരാടാ അവൻ? ഒരു പിടിയുമില്ല. ഇവിടെ ആദ്യമാ. പത്രക്കാരും ചാനലുകാരും പോലീസുകാരുമെല്ലാം നിറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ വീട്ടിലോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. പെട്ടെന്ന് ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടു സിദ്ധാർത്ഥൻ. തണ്ണീർമുക്കം ബണ്ടിൽ ക്രൂരമായ കൊലപാതകം. ബോക്സിൽ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ചിത്രം. സിധു. തങ്കച്ചന്റെ ശബ്ദം. ഏ? ഞെട്ടിയതുപോലെയാണ് സിദ്ധാർത്ഥൻ വിളി കേട്ടത്. ഞാൻ പുലുവാല് പിടിക്കുമോടാ? എന്റെ കടയ്ക്ക് മുന്നിൽ വെച്ച സംഭവം. ഏയ്, അങ്ങനൊന്നുമില്ല. അവൻ സുഹൃത്തിനെ ആശ്വസിപ്പിച്ചു. പിന്നെ പെട്ടെന്ന് തിരക്കി. കൊട്ടേഷൻ വർക്കായിരുന്നോടാ? ആണെന്നാ തോന്നുന്നത്. കൊലയാളികളൊന്നും ഇവിടത്തുകാരല്ല. തങ്കച്ചൻ തുടർന്നു. ചത്തവനും മോശക്കാരനല്ല. പോലീസ് പട കടന്നലുകളെ പോലെ ഇളകിയിരിക്കുക. സിദ്ധാർത്ഥന്റെ പുരികം ചുളിഞ്ഞു. തണ്ണീർമുക്കം പണ്ടിന് പണ്ടേ ചീത്തപ്പേരാണ്. അതിനിടയിലാണ് ഭാര്യയുടെ കാമുകനായ ബസ് കണ്ടക്ടറെ ഒരു DYSP വെട്ടിയെറിഞ്ഞ് അവിടെ കായലിൽ വിതറിയത്. ഞാൻ വെക്കട്ടേടാ, ഇതൊന്ന് പറയാൻ വിളിച്ചതാ. ശരിയെടാ. അവൻ കോൾ കട്ട് ചെയ്തു. ടിവിയിൽ ഫ്ലാഷ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് പ്രഭാതം. മലയാള മനോരമ പത്രത്തിന്റെ മുൻ പേജിൽ തന്നെ വാർത്തയും ഫോട്ടോയും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ വേഗത്തിൽ ന്യൂസ് വായിച്ചു. സംഗതി കൊട്ടേഷൻ വർക്ക് തന്നെ. ഭാര്യ കാമുകനെ വെട്ടിനുറുക്കിയ DYSPയുടെ ബന്ധുവാണ് കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ.
പെട്ടെന്ന് അവന്റെ സെൽഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു. ഹലോ സിധു, ഞാനാ കുമാരൻ. അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടു. എന്താ സാറേ? നീ ഉടനെ സ്റ്റേഷനിലോട്ടൊന്ന് വരണം. തൽക്കാലം മറ്റാരോടും പറയണ്ട. സിദ്ധാർത്ഥന് നെഞ്ചിടിപ്പ് കൂടി. വല്ല പ്രശ്നവും? ഒന്നുമില്ലടാ, നീ വാ, നേരിൽ പറയാം. ശരി സർ. അവൻ വേഗം വേഷം മാറി ഇറങ്ങി. മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് കുമാരൻ, ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്ത്. ആ സ്നേഹം കുമാരന് സിദ്ധാർത്ഥനോടുണ്ട്. മുഹമ്മ പോലീസ് സ്റ്റേഷൻ. സിദ്ധാർത്ഥൻ ചെല്ലുമ്പോൾ കുമാരൻ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു 50-കാരൻ, കഷണ്ടിത്തലയും കനത്ത മീശയും. കുമാരൻ സിദ്ധാർത്ഥനെ അടിമുടി നോക്കി. പിന്നെ അവനെയും കൂട്ടി മുറ്റത്തെ തെങ്ങിൻ ചുവട്ടിലേക്ക് മാറി നിന്നു. പറ സാറേ. അറിയാൻ സിദ്ധാർത്ഥന്റെ മനസ്സു വെമ്പി. ബണ്ടിൽ നടന്ന സംഭവം നീ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. അവന്റെ കണ്ണുകൾ കൂർത്തു. വാസ്തവത്തിൽ അത് ആള് മാറി നടത്തിയ കൊലപാതകമാണ്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ സൂചന. സിദ്ധാർത്ഥന്റെ തൊണ്ട പറ്റി. പിന്നെ ആരായിരുന്നു സാറേ അവരുടെ ഉന്നം? പറയാം. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കുമാരൻ ശബ്ദം താഴ്ത്തി. പക്ഷേ നിന്റെ നാവിൽ നിന്ന് ഇതാരും അറിയാൻ പാടില്ല. ഇല്ല സർ, ഞാൻ പറയില്ല. അവന്റെ നെഞ്ചിടിപ്പ് പിന്നെയും വർദ്ധിച്ചു. സംഭവത്തിന് തൊട്ടു മുമ്പ് നീ അവിടെ പോയിരുന്നു അല്ലേ? പോയിരുന്നു. സിദ്ധാർത്ഥന്റെ ശബ്ദം വിറച്ചു. കുമാരൻ അവന്റെ തോളിൽ കൈവച്ചു. നീ സൂക്ഷിക്കണം സിദ്ധാർത്ഥ. അവരുടെ ടാർജറ്റ് നീയായിരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ടവർ ലൊക്കേറ്റ് ചെയ്തെടുത്ത ചില സംഭാഷണ ശകലങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സാർ. കിടുങ്ങിപ്പോയി സിദ്ധാർത്ഥൻ. അവന്റെ ഉടൽ വിറകൊള്ളുന്നത് തോളിൽ വെച്ച കൈയിലൂടെ കുമാരൻ തിരിച്ചറിഞ്ഞു. സാർ, ഞാൻ. നീ ഭയപ്പെടേണ്ട സിദ്ധാർത്ഥ. ഒരു പക്ഷേ ഇതൊരു സംശയം മാത്രമാകാം. എന്നാലും സർ, അവൻ വിക്കി. എന്നെ ആർക്കേലും കൊല്ലേണ്ട കാര്യമെന്താ? ഇക്കാലത്തിനിടയിൽ ഞാൻ ആർക്കും യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതാടാ ഞങ്ങളെയും കുഴപ്പിക്കുന്നത്. കുമാരൻ ചിന്തിച്ചു നിന്നു. പിന്നെ തുടർന്നു. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോണം. വെറുതെ. നിന്റെ അമ്മയോ പെങ്ങന്മാരോ പോലും ഇതറിയണ്ട. അവരെ ചുമ്മാ പേടിപ്പിക്കുന്നതെന്തിനാ? അവൻ മിണ്ടിയില്ല. എങ്കിൽ നീ ഇനി പൊക്കോ. ഈ ഒരു സൂചന തരാനാ നിന്നെ ഞാൻ വിളിച്ചത്. എങ്കിൽ ഞാനങ്ങോട്ട്. ആട്ടെ. ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സിദ്ധാർത്ഥൻ ആകെ പരവശനായിരുന്നു. തനിക്കൊരു ശത്രു. മഞ്ഞിൽ പാതി മറഞ്ഞതുപോലെ അജ്ഞാതനായ ഒരു മനുഷ്യന്റെ ചിത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അന്ന് പിന്നീട് അവന് യാതൊരു ഉത്സാഹവും തോന്നിയില്ല. ഉച്ചകഴിഞ്ഞ് തങ്കച്ചനും സിദ്ധാർത്ഥന്റെ മറ്റൊരു സുഹൃത്ത് ബിജുവും കൂടി അവിടെ വന്നിരുന്നു. അവരുടെ ചർച്ചകളിലും കൊലപാതകമായിരുന്നു. ഒരു ഡിവൈഎസ്പിയുടെ ബന്ധുവിനിട്ട് ആരാണ്ട് പണി കൊടുത്തതാ, ബിജു തീർത്തു പറഞ്ഞു. ആരു പണിഞ്ഞാലും ഞങ്ങളുടെ വയറ്റത്താ അടി കിട്ടിയത്. ഇനി കുറച്ചുനാൾ കട തുറക്കാൻ പറ്റത്തില്ല. അതിലാണ് തങ്കച്ചന് മനസ്താപം. സിദ്ധാർത്ഥൻ എല്ലാം കേട്ടിരുന്നതേയുള്ളൂ. 7 മണി. എല്ലാവരും എവിടെയാ? പുറത്തു നിന്നൊരു ചോദ്യം കേട്ടാണ് സിദ്ധാർത്ഥൻ ടിവിയിൽ നിന്ന് മുഖം തിരിച്ചത്. വാതിൽക്കൽ ഒരു സന്യാസി. കാവിമുണ്ടും ഷർട്ടും 2-ാം മുണ്ടും വേഷം. നീട്ടി വളർത്തിയ താടിയും മുടിയും ഒട്ടുമുക്കാലും നരച്ചത്. ശുക്രൻ അങ്കിൾ. സിദ്ധാർത്ഥൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ശുക്രൻ അകത്തേക്ക് വന്നു. തോളിൽ കിടന്നിരുന്ന തുകൽ സഞ്ചിയെടുത്ത് ടീപ്പോയിന്മേൽ വെച്ചു. കമലവും പെൺമക്കളും വേഗമെത്തി. ശുക്രനെ കണ്ട് അവർ അത്ഭുതം കൂറി. ശുക്രേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നത് തന്നെ ഇങ്ങനൊന്ന് കാണുമ്പോഴാ. കമലം പരിഭവിച്ചു. ചന്ദ്രശേഖരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ശുക്രൻ. വിവാഹത്തിന് കമലത്തിന്റെയും ചന്ദ്രശേഖരന്റെയും ഒപ്പം നിന്നതും വേണ്ട സഹായം ചെയ്തു കൊടുത്തതും ശുക്രനാണ്. അവിവാഹിതൻ. എന്നും യാത്രയാണ് പുണ്യസ്ഥലങ്ങളിലൂടെ. മോളെ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വേണം. ശുക്രൻ കാജലിനെ നോക്കി. അവൾ വേഗം പോയി വെള്ളം കൊണ്ട് വന്നു. ഒറ്റ വലിക്കത് കുടിച്ചിട്ട് ശുക്രൻ സെറ്റിയിലിരുന്നു. ഇപ്പോൾ അങ്കിൾ എവിടുന്നാ വരുന്നത്? കാശിന്നോ രാമേശ്വരത്തുനിന്നോ? രാധിക തിരക്കി. ഇത് രണ്ടുമല്ല മോളെ, സാക്ഷാൽ ഹിമാലയത്തിൽ നിന്ന്. കേദാർനാഥ് ക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ 6 മാസം. ആർത്തി പൂണ്ട ജനങ്ങളുടെ ക്രൂരതകൾക്കെതിരെ ഗംഗാനദി താണ്ഡവമാടിയപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. മഹാഭാഗ്യം. അയാൾ താടിയിൽ ഒന്ന് തടവി. അപ്പോൾ ആ നേരത്ത് അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? കാജൽ അമ്പരന്നു. വെള്ളപ്പൊക്കം ഞങ്ങൾ ടിവിയിൽ കണ്ടു. ശുക്രൻ പുഞ്ചിരിച്ചു. ടിവിയിൽ കാണുന്ന പോലാണോ മോളെ നേരിൽ കാണുമ്പോൾ? അത് അനുഭവിച്ചു തന്നെ അറിയണം.
കല്ലും മണ്ണും മനുഷ്യരും മരങ്ങളും നാൽക്കാലികളും ഗംഗയുടെ ഭ്രാന്തമായ ശക്തിയിൽ ഒഴുകിപ്പോകുന്ന കാഴ്ച. പ്രാണനു വേണ്ടിയുള്ള പിടച്ചിൽ അതിപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല. ശുക്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അതുപോട്ടെ, ചന്ദ്രൻ വരാറുണ്ടോ? നാളെ വന്നേക്കും. രാധികയുടെ വിവാഹമാ. അതെയോ? ശുക്രൻ രാധികയെ നോക്കി. കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത് അല്ലേ? ആ, ചന്ദ്രനെ ഒന്ന് കണ്ടിട്ടും വർഷങ്ങളായി. ഇത്തവണ കാണാമല്ലോ. പറഞ്ഞത് സിദ്ധാർത്ഥനാണ്. നാളെ അവൻ വരുമെങ്കിൽ കാണാം. പക്ഷേ വിവാഹം വരെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ ഏതെങ്കിലും നേരത്ത് ഞാൻ പോകും. സിദ്ധാർത്ഥ, അയൽ മുടിയിൽ വിരലോടിച്ചു. എങ്ങോട്ട്? ഒരു യാത്രയും ഒരിക്കലും നേരത്തെ തീരുമാനിക്കാറില്ല ഞാൻ. കേദാർനാഥിൽ നിന്ന് ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിനുത്തരം കിട്ടും മുമ്പ് ഇവിടേക്ക് വരണമെന്നും നിങ്ങളെയൊക്കെ കാണണമെന്നുള്ളതും ഒരു നിയോഗം മാത്രം. അങ്ങനെ വന്നു. ആഘോഷങ്ങളൊന്നും ഇപ്പോൾ എന്റെ മനസ്സിലില്ല. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചവനാണ് ഞാൻ. ഇനി ഒരു പക്ഷേ എനിക്കൊരു മടങ്ങി വരവും കാലം കരുതി വച്ചിട്ടുണ്ടാവില്ല. എന്നാലും വിവാഹം കഴിഞ്ഞ് കമലം പൂർത്തിയാക്കും മുമ്പ് അയാൾ കൈ ഉയർത്തി. നിർബന്ധിക്കരുത് കമലം. ശുക്രൻ പെട്ടെന്ന് മടങ്ങും എന്നറിഞ്ഞപ്പോൾ അവരുടെ ആഹ്ലാദം കേട്ടു. ആഹാ, എനിക്ക് കഞ്ഞിയും പപ്പടം ചുട്ടതും ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ അത് മതി. കമലം, അത്താഴത്തിന്. ഇനി ശുക്രൻ കൂടുതൽ സംസാരിക്കില്ലെന്ന് അവർക്കറിയാം. അത്താഴം കഴിഞ്ഞ് സിദ്ധാർത്ഥൻ തന്റെ മുറിയിലെത്തിയപ്പോൾ ചന്ദ്രശേഖരന്റെ ഫോൺ വന്നു. മോനെ, ഞാൻ രാവിലെ എത്തും. അച്ഛനിപ്പോൾ എവിടെയായി? മധുരയിൽ. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, ഒരാൾ കൂടിയുണ്ട്. അവനൊരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയി. അച്ഛൻ പണവുമായിട്ടല്ലേ വരുന്നത്? അവൻ അർദ്ധശങ്കയോടെയാണ് തിരക്കിയത്. അപ്പുറത്തെ ഏതോ ഒരു വാഹനം പാഞ്ഞു പോകുന്നതിന്റെ ഒച്ചക്കിടയിൽ അച്ഛന്റെ ചിരി അവൻ കേട്ടു. ഒന്നുകൊണ്ട് നീ വിഷമിക്കണ്ടടാ. എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാൻ തന്നെ എന്റെ തീരുമാനം. പിന്നെ നിന്നോട് മാത്രം ഞാൻ പറയാം. മറ്റുള്ളവര് നാളെ നേരിൽ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. പറയച്ചാ. അവന് തിടുക്കമായി. ഞാൻ രാധികയ്ക്ക് കൊടുക്കുന്നത് എത്ര പവനാണെന്ന് അറിയാമോ? 200. ഏ? അവൻ അമ്പരന്നു. സത്യം. അതേടാ. എന്റെ അരികിൽ ആഭരണങ്ങൾ അടങ്ങിയ പെട്ടി ഭദ്രമായുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അവന്. അച്ഛൻ ഇത്രമാത്രം പണം എവിടുന്ന് കിട്ടി? ഒക്കെ ഞാൻ നേരിൽ പറയാം. അച്ഛന് ഇത്രമാത്രം പണം എവിടുന്ന് കിട്ടി? ഒക്കെ ഞാൻ നേരിൽ പറയാം. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. പിന്നെ രാധികയ്ക്ക് ഒരു കാറ് കൊടുക്കാനും ഞാൻ തീരുമാനിച്ചു. ചന്ദ്രശേഖരൻ വീണ്ടും ചിരിക്കുന്നു. ഏത് കാറാണച്ചാ? അത് സസ്പെൻസ്. നേരിൽ കാണുമ്പോൾ നീ ഞെട്ടും. സിദ്ധാർത്ഥൻ വീണ്ടും എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, ദേ, അവൻ ചായ കുടിച്ചിട്ട് വരുന്നു. അപ്പോൾ രാവിലെ കാണാം. ഫോൺ കട്ടായി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോടും മറ്റും പറയണോ? സിദ്ധാർത്ഥൻ ചിന്തിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. അക്കാര്യം തന്നെ ഓർത്തുകൊണ്ട് കിടന്ന അവൻ വൈകിയാണ് ഉറങ്ങിയത്. രാവിലെ ഫോണിന്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. അപ്പുറത്ത് തങ്കച്ചനായിരുന്നു. എന്താടാ? ഫോണുമായി അവൻ എഴുന്നേറ്റിരുന്നു. നീ പെട്ടെന്ന് ബണ്ടിലേക്ക് വാ. തങ്കച്ചന്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. സിദ്ധാർത്ഥൻ ഒന്ന് അമ്പരന്നു. നീ കാര്യം പറയടാ. നീ വാ, പിന്നെ പറയാം. അത്യാവശ്യമാ. തങ്കച്ചൻ ഫോൺ കട്ട് ചെയ്തു. ആരോടും ഒന്നും പറയാതെ അമ്പരപ്പ് മനസ്സിൽ അമർത്തിയ സിദ്ധാർത്ഥൻ തണ്ണീർമുക്കം ബണ്ടിലേക്ക് പാഞ്ഞു. അകലെ വെച്ച് അവിടെ ഒരു ആൾക്കൂട്ടം വാഹനങ്ങളുടെ നീണ്ട നിരയും കണ്ടു. സംശയത്തോടെ അവൻ ബൈക്ക് നിർത്തി. തങ്കച്ചനും ബിജുവും അവന്റെ അരികിൽ ഓടിയെത്തി പരിഭ്രമത്തോടെ. എന്താടാ ആൾക്കൂട്ടം? സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി. വാ, ഞങ്ങൾക്കൊരു സംശയം. തങ്കച്ചനും ബിജുവും മുന്നിൽ നടന്നു. സിദ്ധാർത്ഥൻ പതർച്ചയോടെ ഒപ്പം ചെന്നു. ആളുകൾക്കിടയിലൂടെ മുന്നിലെത്തിയ സിദ്ധാർത്ഥൻ കണ്ടു. ബണ്ടിന്റെ കൈവരിയിൽ ഇടിച്ചു കിടക്കുന്ന ഒരു കാർ. പുതുപുത്തൻ റോൾസ് റോയ്സ്. 4 രജിസ്ട്രേഷൻ. SI നിക്സൺ പോൾ. തങ്കച്ചനെ കൈയാട്ടി വിളിച്ചു. വന്നു നോക്ക്. തങ്കച്ചൻ സിദ്ധാർത്ഥന്റെ കൈ പിടിച്ച് മുന്നോട്ട് ചെന്നു. കാറിനുള്ളിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ സിദ്ധാർത്ഥൻ. ഡ്രൈവിംഗ് സീറ്റിൽ പിന്നിലേക്ക് ചാരിയിരിക്കുന്ന ഒരു മനുഷ്യൻ. തൊണ്ടക്കുഴിയിൽ വിരൽ വൃത്തത്തിൽ ഒരു തുള വീണിരിക്കുന്നു. അതുവഴി ഒഴുകിയ ചോര വെളുത്ത ജുബയുടെ മുൻഭാഗം മുഴുവനും കട്ട പിടിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥന് മുന്നിൽ തണ്ണീർമുക്കം ബണ്ട് വട്ടം കറങ്ങി. അച്ഛാ! ദിഗന്തം പിളരുന്ന ഒച്ചയായിരുന്നു സിദ്ധാർത്ഥന്റേത്. അടുത്ത നിമിഷം പ്രജ്ഞ നശിച്ച അവൻ മുന്നോട്ട് കമിഴ്ന്നു കാറിന്റെ ബോണറ്റിലേക്ക്.
ചന്ദ്രശേഖരന്റെ കാറിൽ നിന്ന് പോലീസ് ഒരു മാർബിൾ പ്രതിമ കണ്ടെടുക്കുന്നു. ചന്ദ്രശേഖരന്റെ കടുക്കനും കാറിൽ നിന്ന് കണ്ടെടുത്ത മാർബിൾ പ്രതിമയും പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി. പ്രതിമ വിസ്മയെയും കടുക്കൻ സിദ്ധാർത്ഥനും സ്വന്തമാക്കി. രാത്രി സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് കത്തിയുമായി ഒരാൾ കായൽ നീന്തി കയറി വന്നു. നോവൽ തുടരുന്നു. സിദ്ധാർത്ഥന്റെ വീടിന് ചുറ്റും ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നു. പിന്നിലെ വാഴക്കൂട്ടങ്ങളുടെ മറവിലൂടെ ആ മനുഷ്യൻ വീടിന്റെ തൊട്ടടുത്തെത്തി. ശ്വാസം പോലും നിയന്ത്രിച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി നിന്ന് അയാൾ കിതപ്പടക്കി. പിന്നെ ചുറ്റും നോക്കി. ഒരു ഇല പോലും അനങ്ങുന്നില്ല. അവിടെ പകുതി തുറന്നു കിടന്ന ഒരു ജനലിലൂടെ വെളിച്ചം പുറത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അയാൾ ജനാലയ്ക്ക് താഴെ എത്തി. ശബ്ദം കേൾപ്പിക്കാതെ അതല്പം കൂടി തുറന്ന് അകത്തേക്ക് നോക്കി. രാധികയും കാജലും പരസ്പരം മിണ്ടാതിരിക്കുകയാണ്. കാജൽ കിടക്കയുടെ ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞും രാധിക കസേരയിലും. അയാൾ അവിടെ നിന്ന് മാറി രണ്ടാം നിലയിലേക്ക് കണ്ണയച്ചു. സിദ്ധാർത്ഥന്റെ മുറിയിലും വെളിച്ചമുണ്ട്. കായലിന് അഭിമുഖമായുള്ള സിറ്റൗട്ടിന്റെ നേർക്ക് ഒരു പൈപ്പ് ലൈൻ കണ്ടു. അയാൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ഭാവിച്ചു. അടുത്ത നിമിഷം ഒരു വിസിൽ നാദം. അത് നിശബ്ദതയെ നടുക്കി. ആഗതൻ കിടുങ്ങിപ്പോയി. തുടർന്ന് അനേകം വിസിലുകളുടെ ശബ്ദം. ഓടിയെടുക്കുന്ന കാലച്ചുകൾ. അയാൾ വെട്ടിത്തിരിഞ്ഞു. പെട്ടെന്ന് ബുള്ളറ്റുകളുടെ വേഗത്തിൽ വെളിച്ചത്തിന്റെ കുഴലുകൾ പാഞ്ഞെത്തി അയാളെ പൊതിഞ്ഞു. സൂചിമൂനുകൾ പോലെ വെളിച്ചം കണ്ണിൽ പൊളഞ്ഞിറങ്ങി. ഞൊടിയിടയിൽ അയാൾ അരയിൽ നിന്ന് കത്തി വലിച്ചെടുത്ത് വീശി. ഒറ്റയൊരുത്തനും അടുത്തു വരരുത്. ഓടി വന്നവർ ഒരകലമിട്ട് നിന്നു. കൊല്ലും ഞാൻ, അയാൾ ഗർജിച്ചു. അവിടെ നിന്ന് അനങ്ങിയാൽ നിന്റെ ശരീരം ബുള്ളറ്റുകൾ കൊണ്ട് നിറയ്ക്കും ഞാൻ. ഒരു വെളിച്ചത്തിന് പിന്നിൽ നിന്ന് SI സോളാർ ശങ്കറുടെ ശബ്ദം. ആഗതൻ പതറിയില്ല. പോലീസ് സംഘം അർദ്ധവൃത്താകൃതിയിൽ മുന്നോട്ട് വന്നു. അടുക്കരുത്, അയാൾ വീണ്ടും കത്തി വീശി. കണ്ണിൽ വെളിച്ചമടിക്കാതിരിക്കാൻ നെറ്റിക്ക് മുന്നിൽ ഇടത് കൈപ്പടം ചരിച്ചു പിടിച്ചു. പുറത്തെ ബഹളം കേട്ട് സിദ്ധാർത്ഥനും മറ്റും ചാടി എഴുന്നേറ്റു. സിദ്ധാർത്ഥൻ താഴേക്ക് ഓടി വന്നു. കമലവും പെൺമക്കളും സിറ്റിംഗ് റൂമിൽ പരിഭ്രമിച്ചു നിൽപ്പുണ്ടായിരുന്നു. ആരും പുറത്തേക്ക് വരണ്ട, അവൻ കരുതലോടെ വാതിൽ തുറന്നു. മോനെ, കമലം ഭീതിയോടെ വിളിച്ചു. നീയും പോകണ്ട. സിദ്ധാർത്ഥൻ അത് അവഗണിച്ചു. പുറത്തേക്കിറങ്ങിയ അവൻ വീടിന് പിൻഭാഗത്തേക്ക് പോയി. അപ്പോൾ കായലിലൂടെ വന്ന മനുഷ്യന് 5 അടി മുന്നിലെത്തിയിരുന്നു പോലീസ്. കറുത്ത പാൻസും ഷർട്ടും ധരിച്ച അയാളെ അവർക്ക് മനസ്സിലായി. ആമ ഷാജി. SI ശങ്കർ പിറുപിറുത്തു. പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി. വെള്ളത്തിലൂടെ ആമയെപ്പോലെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും. കൊട്ടേഷൻ എടുക്കുന്ന ഇരയെ എത്ര സാഹസികമായും കൊലപ്പെടുത്തും. അതിനൊരു പ്രത്യേക കഴിവാണ് ഷാജിക്ക്. ഏത് നിമിഷവും ഒരാളെ ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു ഷാജി. അത് പക്ഷേ നീയാണെന്ന് തീരെ കരുതിയില്ല. സോളാർ ശങ്കർ ഒരടി കൂടി മുന്നോട്ട് വന്നു. അതോടെ ആമയുഗം അവസാനിക്കുകയാണ്. നിന്നെ പിടിച്ചതിന്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കട്ടെ. എന്താടാ? അങ്ങനെ തീർത്തങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ സാറേ? അയാൾ ശബ്ദമില്ലാതെ ചിരിച്ചു. സാറിന്റെ കയ്യിലിരിക്കുന്ന ആ കളിപ്പാട്ടത്തിലെ 6 ബുള്ളറ്റ് കൊണ്ട് ആമയുടെ പുറന്തോട് തകർക്കാൻ കഴിയുമോ? സാറിന് പറ്റിയ പണി ആ സോളാർ ബിസിനസ് തന്നെയല്ലേ? സോളാർ ശങ്കറുടെ കടപ്പല്ലുകൾ ഒന്ന് ഞെരിഞ്ഞു. ഷാജി കൈല സിനിമയിലെ നിന്റെ പഴയ ഡയലോഗൊന്നും ഇനി ഏൽക്കത്തില്ല ഷാജി. ഞാനേ ന്യൂ ജനറേഷൻ കക്ഷിയാ. ശങ്കർ ചിരിച്ചു. ഷാജിയുടെ കണ്ണുകൾ കോർത്തു. അടുത്ത നിമിഷം അയാൾ തറയിലേക്ക് കുനിഞ്ഞു. പിന്നെ കാട്ടുപന്നിയുടെ വേഗത്തിൽ ഒരു കുതിപ്പ്. അയാളുടെ തള്ളലിൽ സോളാർ ശങ്കർ ഒരു വശത്തേക്ക് വീഴ്ച്ചു. ശങ്കർ റിവോൾവർ തിരിക്കും മുമ്പ് വാഴക്കൂട്ടം ഒന്നുലഞ്ഞു. പിന്നെ കേൾക്കുന്നത് കായലിലേക്ക് ചാടുന്ന ശബ്ദം. പോലീസ് സംഘം കായൽക്കരയിൽ ഓടിയെത്തി. ബ്രൈറ്റ് ലൈറ്റുകളുടെ വെളിച്ചം ഇളകുന്ന കായൽ പരപ്പിലൂടെയും വെള്ളത്തെ തുളച്ച് അടിത്തട്ടിലേക്കും പാഞ്ഞുപോയി. ഒരിടത്തും ആമഷാജി ഇല്ലായിരുന്നു. ഷിറ്റ്! സോളാർ ശങ്കർ മുഖം വെട്ടിച്ചു. എന്താ സാറേ ഇവിടെ? പിന്നിൽ നിന്നും ഒരു ശബ്ദം. ഏവരും തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥൻ. സോളാർ ശങ്കറുടെ കണ്ണുകളിൽ സംശയം മിന്നി. നീ എന്താ ഇവിടെ? ബഹളം കേട്ട് വന്നതാ. SI അവന്റെ തൊട്ടു മുന്നിലേക്ക് വന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. ഞങ്ങളിവിടെ ഒന്ന് ചൂണ്ടയിടാൻ വന്നതാടാ. നല്ലൊരു കരിമീൻ കുരുങ്ങിയതുമാ. പക്ഷേ ചൂണ്ടക്കയർ പൊട്ടിച്ച് കടന്നു കളഞ്ഞു. സാരമില്ല സിദ്ധാർത്ഥ, ആ മീനിനെ തന്നെ ഞങ്ങൾ വല വീശി പിടിക്കും. എന്നാൽ എന്റെ ഇപ്പോഴത്തെ സംശയം മറ്റൊന്നാ, അക്കൂട്ടത്തിൽ നീയും ഉണ്ടാകുമോ എന്ന്. സാർ,
സിദ്ധാർത്ഥൻ ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി. ശങ്കറിന്റെ മുഖത്തൊരു ചിരി വന്നു. തിരുപ്പത്തൂരിൽ നിന്ന് കളവ് പോയ ആഭരണങ്ങളുടെ കിലുക്കം ഇവിടെയൊക്കെ കേൾക്കുന്നത് പോലെ എനിക്കൊരു സംശയം. അയാൾ പറഞ്ഞതിൽ ഒരു ദുസ്സൂചന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നി സിദ്ധാർത്ഥന്. നീ പൊയ്ക്കോടാ, ശങ്കർ അവനെ പറഞ്ഞയച്ചു. പിന്നെ കുമാരന് നേരെ തിരിഞ്ഞു. തന്റെ കൂട്ടുകാരന്റെയോ ബന്ധക്കാരന്റെയോ മകനായിരിക്കും സിദ്ധാർത്ഥൻ. പക്ഷേ എന്തെങ്കിലും കൊള്ളരുതായിക്ക് താൻ കൂട്ടുനിന്നാൽ സബോർഡിനേറ്റ് ആണെന്ന യാതൊരു പരിഗണനയും തനിക്ക് തരില്ല ഞാൻ. മൈൻഡ് ഇറ്റ്, സർ. അയാൾ തലകുലുക്കി. മടങ്ങിയെത്തിയ സിദ്ധാർത്ഥൻ വീടിനുള്ളിൽ കടന്ന് വാതിലടച്ചു. കമലത്തിന്റെയും പെൺമക്കളുടെയും പരിഭ്രമം അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. എന്തായിരുന്നു മോനെ അവിടെ ബഹളം? അവർ ഉത്കണ്ഠയോടെ തിരക്കി. പോലീസാ. അവരച്ഛൻ കൊണ്ടുവന്ന സ്വർണം കുഴിച്ചെടുത്തോണ്ടിരിക്കുക. കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. പടിക്കെട്ടുകൾ അമർത്തി ചവിട്ടി മുകൾ നിലയിലേക്ക് പോയി. അടുത്ത ദിവസം വൈകിട്ട് സിദ്ധാർത്ഥൻ വീടിന് പിന്നിലെ കായൽ തീരത്തെത്തി. അവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന ഹൗസ് ബോട്ടുകൾ ദിശ തെറ്റിയൊഴുകുന്ന കുടിലുകൾ പോലെ തോന്നിച്ചു. അവ മടങ്ങുകയാണ്. അവൻ കൽക്കെട്ടിൽ കായലിലേക്ക് കാലുകൾ താഴ്ത്തിയിട്ടിരുന്നു. കായലോളങ്ങൾ സിദ്ധാർത്ഥന്റെ കാലുകളെ തഴുകി. കഴിഞ്ഞ രാത്രിയിലെ സംഭവമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. ഇവിടെയിരുന്ന് സ്വപ്നം കാണുകയാണോ? പിന്നിൽ വിസ്മയയുടെ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കിയില്ല. കണ്ണുകൾ പാതിരാ മണലിൽ തറഞ്ഞു നിൽക്കുകയാണ്. അവളും വന്ന് അവന്റെ അരികിലിരുന്നു. സിധു. അവൻ അവളെ നോക്കി. ഈ ഇരിപ്പും ഭാവവും കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. അവൾ അവന്റെ കൈ പിടിച്ചു. പിന്നെ സ്വാതന്ത്ര്യത്തോടെ ആ തോളിലേക്ക് ചാഞ്ഞു. എന്താ? അവന്റെ ശബ്ദം പോലും മാറിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാൻ സിദ്ധാർത്ഥൻ മറന്നിരിക്കുന്നു. അവൾ പരിഭവിച്ചു. സിദ്ധാർത്ഥന്റെ വരണ്ട ചുണ്ടിൽ ഒരു ചിരി വന്നെങ്കിലും അത് പെട്ടെന്ന് മാഞ്ഞു. മരവിച്ച മനസ്സിൽ നിന്ന് എങ്ങനെ സ്നേഹം ഉണ്ടാകും പെണ്ണെ? അവൻ അവളുടെ വിരലുകളിൽ പിടിമുറുക്കി. എല്ലാം നഷ്ടപ്പെടുകയാണ് എനിക്ക്, എന്നെ തന്നെ. അതുകൊണ്ട് അവൻ പാതിക്ക് നിർത്തി. അതുകൊണ്ട് അവളുടെ പുരുകം ചുളിഞ്ഞു. എന്നെയും നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് ആണ് ഉള്ളിലിരിപ്പെങ്കിൽ അപ്പോൾ ഞാൻ പറയാം. നീ പിണങ്ങാൻ പറഞ്ഞതല്ല മോളെ. ഒരു കൈകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്തു. ഒരു സ്വപ്നം കാണാൻ പോലും കഴിയുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. അച്ഛന്റെ മരണം, ദുരൂഹതകൾ, സംശയത്തോടെ എന്റെ പിന്നാലെ പോലീസ്. അവന്റെ ശബ്ദം പതറി. ഇതൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാടി ഞാൻ ചെയ്തത്? വിസ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. എല്ലാം ശരിയാകും സിധു. അവൾ അവന്റെ കവിളിൽ സ്നേഹത്തോടെ തന്റെ മുഖമുരസി. പിന്നെ പെട്ടെന്നോർത്തതുപോലെ പറഞ്ഞു. എന്റെ കൂടെ അമ്മയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരക്കുകയാവും. നീ വാ, വേഗം പോകാം. നീ പൊയ്ക്കോ, ഞാൻ അല്പനേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. സിദ്ധാർത്ഥൻ പിടിവിട്ടു. വിസ്മയ എഴുന്നേറ്റു. പകൽ മാഞ്ഞു. കായലിനു മീതെ ഇരുളിന്റെ നേർത്ത വല ചിതറി വീണു. സിദ്ധാർത്ഥൻ അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്ന് അവന്റെ തൊട്ടു മുമ്പിൽ ജലപ്പരപ്പ് ഒന്നിളകി. സിദ്ധാർത്ഥൻ ഞെട്ടലോടെ നോക്കി. വെള്ളം തുളച്ചുകൊണ്ട് ചീങ്കണ്ണി പുളയും പോലെ ഒരു മനുഷ്യൻ മുകളിലേക്ക് ഉയർന്നു. കയ്യിൽ ഒരു മഞ്ഞ പ്ലാസ്റ്റിക് കയറിന്റെ കുരുക്ക് അരണ്ട വെളിച്ചത്തിൽ മിന്നായം പോലെ കണ്ടു. ഞൊടിയിടയിൽ അത് സിദ്ധാർത്ഥന്റെ കഴുത്തിൽ വീണു. കയർ മുറുകി വലിഞ്ഞു. അവനും ആ മനുഷ്യനും ഒന്നിച്ച് കായലിലേക്ക് മറിഞ്ഞു. പരസ്പരം കെട്ടിപ്പൊളഞ്ഞ് കായലിന്റെ അടിത്തട്ടിലേക്ക് താണു. കായലോളങ്ങൾ വട്ടം ചുറ്റി ഒരു ചുഴി പോലെ. സംയമനം വീണ്ടെടുത്ത സിദ്ധാർത്ഥൻ എതിരാളിയുടെ മുഖത്ത് കൈ ചുരുട്ടി ഇടിച്ചു. അയാൾ വെള്ളത്തിൽ പിന്നോട്ട് മലച്ചു. സിദ്ധാർത്ഥൻ കൈ വീശി മേലേക്ക് തുഴഞ്ഞു. ജലപ്പരപ്പിലെത്തിയ അവൻ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് കഴുത്തിലെ കയർ ഊരിക്കളയാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം അവന്റെ കാലുകളിൽ പിടുത്തം വീണു. വീണ്ടും സിദ്ധാർത്ഥൻ താഴേക്ക് വലിക്കപ്പെടുകയാണ്. പാമ്പു ചുറ്റി വലിക്കുന്ന ഒരു താറാവിനെ പോലെ അവൻ ജലപ്പരപ്പിൽ കൈയിട്ടലിച്ചു. കാലിലെ പിടി വിടുവിക്കാൻ കഴിയുന്നില്ല. അമ്മേ, അവൻ നിലവിളിച്ചു. ആ ശബ്ദം കായൽ കാറ്റിൽ ലയിച്ചുപോയി. കുട്ടിക്കാലം മുതൽ കായലിൽ നീന്തി തുടിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അവന് പിടിച്ചു നിൽക്കുവാനായില്ല. അടുത്ത നിലവിളിക്കിടയിൽ അവന്റെ വായിൽ വെള്ളം കയറി. അവൻ വീണ്ടും അടിത്തട്ടിലേക്ക് താണു. താഴെ ഒരു സംഘടന നടക്കുന്നതിന്റെ അടയാളമായി ജലപ്പരപ്പിന് മീതെ ധാരാളം കുമിളകൾ വന്നു പൊട്ടി. നിമിഷങ്ങൾ. ഒരാൾ ജലപ്പരപ്പിന് മീതെ തലയുയർത്തി. വായിൽ നിറഞ്ഞ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് കൽക്കെട്ടിന് മുകളിലേക്ക് പിടിച്ചു കയറി. ആമ ഷാജി. കൽക്കെട്ടിലിരുന്ന് അയാൾ ദീർഘമായി ശ്വാസം വലിച്ചുവിട്ടു. പിന്നെ സംതൃപ്തിയോടെ വെള്ളത്തിലേക്ക് നോക്കി. ഒന്ന് രണ്ട് കുമിളകൾ കൂടി ജലപ്പരപ്പിന് മീതെ വന്ന് പൊട്ടിച്ചിതറുന്നത് ആമ ഷാജി അവ്യക്തമായി കണ്ടു. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയായതിന്റെ സന്തോഷത്തിൽ
ആമ ഷാജി ഒന്ന് ചിരിച്ചു. ഈ ചെറുക്കൻ എന്തിനു പോയി ഇരിക്കൂ അവിടെ? പെൺമക്കളെ നോക്കി. നിങ്ങൾ പോയി വിളിച്ചോണ്ട് വാ അവനെ, ഞങ്ങൾക്ക് തനിച്ചു വയ്യ. അമ്മയും കൂടി വാ, കാജൽ പറഞ്ഞു. ഒരു ടോർച്ച് എടുത്തുകൊണ്ട് കമലവും എഴുന്നേറ്റു. മൂവരും കൂടി വാഴത്തോപ്പിലൂടെ കായൽക്കരയിലേക്ക് പോയി. പൊടുന്നനെ ജലപ്പരപ്പിന് മീതെ വെളിച്ചം വീശി എറിഞ്ഞുകൊണ്ട് ഒരു ചെറുബോട്ട് പാഞ്ഞകന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി രാധിക കായലിന് നേരെ നീട്ടിയടിച്ചു. കാണുന്നില്ലല്ലോ. കൽക്കെട്ടിൽ ഒരിടത്തും സിദ്ധാർത്ഥനില്ല. അവനിതെവിടേക്ക് പോയി? കമലത്തിന് ഭീതി തോന്നി. മൂവരും കൽക്കെട്ടുകൾക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. രാധിക വെറുതെ വെള്ളത്തിലേക്ക് ടോർച്ച് തെളിച്ചു. ഒരു ഞെട്ടൽ. അമ്മേ! രാധികയുടെ നിലവിളി പകുതിക്ക് വെച്ച് മുറിഞ്ഞു. കമലവും കാജലും അപ്പോഴേക്ക് അത് കണ്ടിരുന്നു. അവരും അലറിക്കഴിഞ്ഞു. മോനെ! കായൽ പരപ്പിൽ അല്പം ഉയർന്നു നിൽക്കുന്ന 2 കാൽപാദങ്ങൾ. ശരീരത്തിന്റെ ബാക്കി ഭാഗം വെള്ളത്തിനടിയിലാണ്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെയായിരുന്നു ആ കാലുകൾ. ബാക്കി ഭാഗം വെള്ളത്തിനടിയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത് പോലെ. മോനെ! കമലം കായലിലേക്ക് ചാടാനാഞ്ഞു. വേണ്ടമ്മേ! പെൺമക്കൾ അവരെ പിന്നിൽ നിന്ന് പിടിച്ചു. കൂട്ട നിലവിളി. അത് കേട്ട് കായൽ തീരത്തെ വീടുണ്ടായിരുന്ന അയൽക്കാർ ഓടിക്കൂടി. അവർ കമലത്തെയും പെൺമക്കളെയും അവിടെ നിന്നു മാറ്റി. ആരോ പോലീസിന് ഫോൺ ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ SI സോളാർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ പാഞ്ഞെത്തി. സോളാർ ശങ്കറുടെ കണ്ണുകൾ വട്ടം ചുറ്റി. ഇതിനിടെ ആരൊക്കെയോ എമർജൻസി ലൈറ്റുകൾ കൊണ്ടുവന്നു. കായലിൽ കണ്ട കാലുകൾ പോളകളോടൊപ്പം ആടുന്നുണ്ടായിരുന്നു. ശങ്കറുടെ ചുളിഞ്ഞ പുരുകങ്ങൾ കൂട്ടിമുട്ടി. ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ ആൾ മരിച്ചതാണെന്ന് വ്യക്തം. പക്ഷേ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ. മരിച്ചത് സിദ്ധാർത്ഥനാണെങ്കിൽ ഇത്രയും വേഗം ഡെഡ് ബോഡി വെള്ളത്തിൽ ഉയർന്നു നിൽക്കില്ല. ഇങ്ങനെ ഉയർന്നു വരണമെങ്കിൽ ബോഡി ചെയ്യണം. അയാൾ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ബ്രൈറ്റ് ലൈറ്റ് വാങ്ങി വെള്ളത്തിലേക്ക് അടിച്ചു നോക്കി. അപ്പോൾ കണ്ടു, വൃക്ഷത്തിന്റെ ഇലകളില്ലാത്ത ശിഖരങ്ങൾ. കായലിലേക്ക് കടപുഴകി വീണ ഒരു മരമായിരിക്കാം. അതിൽ കുരുങ്ങിക്കിടക്കുകയാണ് ബോഡി. ആർക്കിറങ്ങാം കായലിൽ? ശങ്കർ ചുറ്റും നോക്കി. ഞങ്ങൾ ഇറങ്ങാം സർ. 2 പേർ മുന്നോട്ട് വന്നു. SI അവർക്ക് അനുവാദം കൊടുത്തു. ചെറുപ്പക്കാർ കായലിൽ ചാടി. അല്പം ശ്രമപ്പെട്ട് തന്നെ വൃക്ഷശിഖരങ്ങൾക്കിടയിൽ നിന്ന് ആ ശരീരം പിടിച്ചു മാറ്റി. അപ്പോൾ അവർ ചിലത് കൂടി അറിഞ്ഞു. ബോഡിയുടെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അത് വൃക്ഷശിഖരത്തിൽ കുരുങ്ങിയതുകൊണ്ടാണ് പാദങ്ങൾ ജലപ്പരപ്പിൽ ഉയർന്നു നിൽക്കുന്നത്. സാറേ! ഒരാൾ കരയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ബോഡിയുടെ കഴുത്തിൽ കയർ കെട്ടി താഴേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ ആ കയറിൽ പിടിച്ചോണ്ടിങ്ങ് പോരെ, ശങ്കർ നിർദ്ദേശിച്ചു. ചെറുപ്പക്കാർ കയറിൽ പിടിച്ചുകൊണ്ട് നീന്തി വന്നു. കരയിലേക്ക് കയർ നീട്ടി. പോലീസുകാർ കയർ വലിച്ചു തുടങ്ങി. അരി തിളച്ചു മറിയുന്നത് പോലെ കായലിൽ കലക്കവെള്ളം കുത്തി മറിഞ്ഞു. അടിത്തട്ടിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് കയറിനൊപ്പം ഉയർന്നു വന്നു. അതിൽ കെട്ടിയിരിക്കുകയായിരുന്നു കയറ്. ബോഡി തലകീഴായി നിന്നതിന്റെ ഒരു കാരണം അതാണ്. അവർ ബോഡിക്കൊപ്പം ആ കല്ലും കയറും കൂടി വലിച്ചു കയറ്റി. സർവരും ആകാംക്ഷയോടെ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. കഴുത്തിൽ കുരുങ്ങിയ കയർ, തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ. നെഞ്ചിന്റെ മധ്യഭാഗത്ത് നിന്ന് അപ്പോഴും പത പോലെ ചോര വരുന്നു. ഈശ്വരാ! ഇത് സിദ്ധാർത്ഥനല്ലല്ലോ, ആരോ ഉറക്കെ പറഞ്ഞു. അല്പാകലെ നിലത്ത് തളർന്നിരുന്ന് വിലപിക്കുകയായിരുന്ന കമലവും പെൺമക്കളും ചാടി എഴുന്നേറ്റു. പിന്നെ ആരാ ഇത്? ജനം പരസ്പരം നോക്കി. എന്നാൽ പോലീസുകാർക്ക് ആളെ വ്യക്തമായിരുന്നു. ആമ ഷാജി. സോളാർ ശങ്കറുടെ തലച്ചോറിൽ ഒരു വിദ്യുൽ പ്രവാഹം പാഞ്ഞു. ഷാജി മരിച്ചിട്ട് അധിക നേരമായിട്ടില്ല. കാലുകൾ ചിറകുകളാക്കി ശങ്കർ കമലത്തിന്റെ നേർക്ക് കുതിച്ചു. എവിടെ സിദ്ധാർത്ഥൻ? അലറുകയായിരുന്നു അയാൾ. ജനം പരസ്പരം നോക്കി. എന്നാൽ പോലീസുകാർക്ക് ആളെ വ്യക്തമായിരുന്നു. ആമ ഷാജി. സോളാർ ശങ്കറുടെ തലച്ചോറിൽ ഒരു വിദ്യുൽ പ്രവാഹം പാഞ്ഞു. ഷാജി മരിച്ചിട്ട് അധിക നേരമായിട്ടില്ല. കാലുകൾ ചിറകുകളാക്കി ശങ്കർ കമലത്തിന് നേർക്ക് കുതിച്ചു. എവിടെ സിദ്ധാർത്ഥൻ? അലറുകയായിരുന്നു അയാൾ. അറിയില്ല സാറേ, അവൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. കമലം ഭയന്നു. കുമാര, കമിൻ, എനിക്കെല്ലാം മനസ്സിലായി. ശങ്കർ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ഓടി. പിന്നാലെ കുമാരനും മറ്റൊരു പോലീസുകാരനും. അതിനിടെ ശങ്കർ വിളിച്ചു പറഞ്ഞു, തീരം മുഴുവൻ അരിച്ചു പെറുക്കണം, സിദ്ധാർത്ഥനെ വിടരുത്. കമലവും പെൺമക്കളും കൂടുതൽ ഭയചകിതരായി. SI വീടിന്റെ സിറ്റൗട്ടിൽ എത്തിയിരുന്നു. ഒറ്റ നോട്ടത്തിലെ അയാൾ കണ്ടു. സിറ്റൗട്ടിലെ വെളുത്ത മാർബിളിൽ ചെളിയും വെള്ളവും കുഴഞ്ഞൊട്ടിയ കാൽപ്പാടുകൾ. പോലീസ് സംഘം അകത്തേക്ക് പാഞ്ഞു.
കാൽപ്പാടുകൾ നോക്കിക്കൊണ്ട്. കാൽപ്പാടുകൾ 2ാം നിലയിലേക്കുള്ള പടിക്കെട്ടുകളിൽ കണ്ടു. 2ഉം 3ഉം പടികൾ ചാടിക്കടന്ന് ശങ്കർ മുകളിലെത്തി. സിദ്ധാർത്ഥന്റെ മുറി. അതിനുള്ളിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്നു. തറയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ. മുറിയിൽ സിദ്ധാർത്ഥനില്ല. ബാത്റൂമും സിറ്റൗട്ടും പരിശോധിച്ചു. ഒരിടത്തുമില്ല. റാസ്കൽ, അവൻ രക്ഷപ്പെട്ടു. അയാൾ പല്ല് ഞെരിച്ചു. അടുത്ത നിമിഷം റോഡിൽ ഒരു ബൈക്ക് സ്റ്റാർട്ടാകുന്ന ശബ്ദം. സോളാർ ശങ്കർ കാതോർത്തു. വടക്ക് ദിശയിലേക്കാണത് പോകുന്നത്. അയാൾ സെൽഫോൺ എടുത്ത് മുഹമ്മദ് സ്റ്റേഷനിലേക്കും പിന്നെ അംബിക മാർക്കറ്റിലെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്കും വിളിച്ച് മെസ്സേജ് നൽകി. ഹെഡ് കോൺസ്റ്റബിൾ കുമാരൻ പതറി നിൽക്കുകയാണ്. സോളാർ ശങ്കർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കഴിവേറും മോൻ ആമഷാജിയെ കൊന്നിട്ട് രക്ഷപ്പെടുകയാ. വിടില്ല ഞാൻ. കുമാരന്റെ തല കുനിഞ്ഞു. സോളാർ ശങ്കർ വീണ്ടും കായൽ തീരത്തെത്തി. കൂടി നിന്ന ആളുകൾ വഴിമാറി. അപ്പോൾ മറ്റൊന്ന് കണ്ടു ശങ്കർ. തറയിൽ കുത്തിയിരുന്ന് കിതയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇവൻ ആരാ? മറുപടി പറഞ്ഞത് ASI പ്രതാപനാണ്. സർ, ഞങ്ങൾ സിദ്ധാർത്ഥനെ തിരഞ്ഞപ്പോഴാ വാഴച്ചുവട്ടിൽ ബോധം കെട്ടിക്കിടക്കുന്ന ഇവനെ കണ്ടത്. പിന്നെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വീണതേയുള്ളൂ. ആരാ നീ? ഭീതി പൂണ്ട് വിളറിയ മുഖത്തോടെ ചെറുപ്പക്കാരൻ തലയുയർത്തി. പിന്നെ പറഞ്ഞു, സർ, എന്റെ പേര് അജിത്ത്. ചൂണ്ടയിടാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഇവിടെ. വേഗം പറയടാ. ശങ്കർ അവന്റെ തൊട്ടു മുന്നിൽ കുന്തിച്ചിരുന്നു. കിതപ്പോടെ അജിത്ത് പറഞ്ഞു, ഒരു ചെറിയ ബോട്ട് ഇങ്ങോട്ട് ചീറി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഇവിടെ ഇരിക്കുകയാണ്. ബോട്ടിൽ വന്നവർ അയാളെ വലിച്ചു ബോട്ടിലേക്ക് ഇടുകയും ഒറ്റ കുത്തുമായിരുന്നു. എന്നിട്ട് ഞാൻ ഓടിച്ചെന്നു. എന്നെ കണ്ടതും അവരിൽ ഒരാൾ ചോരയൊലിക്കുന്ന ആയുധവുമായി എന്റെ നേർക്ക് ചാടി. ഞാൻ തിരിഞ്ഞോടി. അപ്പോഴാ കമല ചേച്ചിയും മറ്റും ഇങ്ങോട്ട് വന്നത്. അതോടെ എന്നെ ഉപേക്ഷിച്ച് അവർ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. പിന്നെ നിനക്കെങ്ങനെ ബോധം പോയി? ഒരു കല്ലിൽ തട്ടി തെറിച്ചു വീണത് മാത്രമേ എനിക്കറിയത്തുള്ളൂ സാറേ, അജിത്ത് പറഞ്ഞു. ബെസ്റ്റ് ധൈര്യം. അവനെ പുച്ഛിച്ചുകൊണ്ട് ശങ്കർ എഴുന്നേറ്റു. ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണെന്ന് ശങ്കർ ഓർത്തു. ഷാജി ഇവിടെ വരുമെന്നറിഞ്ഞ് കയറിൽ കല്ല് കെട്ടി കാത്തിരിക്കുകയായിരുന്നു ആ സംഘം. അജിത്ത് പറഞ്ഞത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അയാൾ തിരിഞ്ഞ് വീണ്ടും അജിത്തിനെ നോക്കി. എന്തുകൊണ്ടാണവർ ഈ മരിച്ചു കിടക്കുന്നവനെ കുത്തിയത്? അതറിയത്തില്ല സാറേ. എന്നാളും നീളമുള്ള ഒരു പിരിയൻ സാധനമാണെന്നാ തോന്നിയത്. എസ് മോഡൽ കത്തിയാണോടാ? ശങ്കർ പുച്ഛിച്ചു. അജിത്ത് മറുപടി പറഞ്ഞില്ല. ആ, സാരമില്ല, നിന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. ശങ്കർ വീണ്ടും ആമഷാജിയുടെ മൃതദേഹത്തിനരികിലേക്ക് പോയി. അപ്പോൾ തണ്ണീർമുക്കം ഭാഗത്തേക്ക് ബൈക്കിൽ പായുകയായിരുന്നു സിദ്ധാർത്ഥൻ. അവന്റെ തോളിൽ ഒരു ബാഗ് തൂങ്ങിക്കിടപ്പുണ്ട്. മുന്നിൽ മുക്കവല. ഇടത്തോട്ട് പോയാൽ ചേർത്തല, വലത്തോട്ട് തിരിഞ്ഞാൽ കോട്ടയത്തേക്കോ വൈക്കത്തേക്കോ എത്താം. എവിടേക്ക്? ഒരു നിമിഷം സിദ്ധാർത്ഥൻ ചിന്തിച്ചു. അതിനിടെ ബൈക്ക് വലത്തേക്ക് തിരിഞ്ഞു ബണ്ടിന് സമാന്തരമായെത്തി. പെട്ടെന്ന് പിന്നിൽ നിന്ന് കാറ്റിന്റെ വേഗതയിലെത്തിയ ഒരു ജീപ്പ് അവനെ മറികടന്നു. മുന്നിൽ വെട്ടിത്തിരിഞ്ഞു. റോഡിന് കുറുകെയായി. സിദ്ധാർത്ഥൻ ബ്രേക്ക് അമർത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ ബൈക്ക് നിരങ്ങിപ്പാളി. അത് ചെന്ന് ജീപ്പിൽ ചെറുതായി ഇടിച്ചു നിന്നു. സിദ്ധാർത്ഥൻ എന്തോ പറയാൻ നാവനക്കും മുമ്പ് ജീപ്പിൽ നിന്ന് 4-5 പേർ ചാടിയിറങ്ങി. രക്ഷപ്പെട്ടു പോവുകയല്ലേടാ, ഒരുവൻ അലറി. മറ്റുള്ളവർ സിദ്ധാർത്ഥനെ ബൈക്കിൽ നിന്ന് വലിച്ചിറക്കി. ബൈക്ക് റോഡിൽ വീണു. അവർ അവനെ ജീപ്പിലേക്ക് ചേർത്തമർത്തി. ആരാ നിങ്ങൾ? എന്ത് വേണം? കുതറിക്കൊണ്ട് സിദ്ധാർത്ഥൻ ഒച്ചയുയർത്തി. വേണ്ടത് നിന്റെ ജീവനാടാ. പിന്നിൽ നിന്നൊരാൾ ആ പറഞ്ഞ ആളിന് ഒരായുധം കൈമാറി. സിദ്ധാർത്ഥൻ അത് കണ്ടു. 1.5 അടിയോളം നീളം വരുന്ന പിരിയൻ കമ്പി പോലെ ഒരായുധം. അടുത്ത നിമിഷം റോഡിന്റെ ഇരുവശത്തു നിന്നും സൈറൻ ഇട്ടുകൊണ്ട് പോലീസ് വാഹനങ്ങൾ പാഞ്ഞു വന്നു. പോലീസ്, തീർക്കട അവനെ! ജീപ്പിനുള്ളിൽ നിന്ന് കൽപ്പന. ആയുധമേന്തിയവൻ അത് പിന്നോട്ട് വലിച്ച ഒറ്റ കുത്ത്. ആ! സിദ്ധാർത്ഥന്റെ ഹൃദയം വലിച്ചു കീറുന്നത് പോലെ ഒരലർച്ച. കുത്തിയവനും അറിഞ്ഞു ആയുധം മാംസത്തിൽ പുണഞ്ഞിറങ്ങിയത്. അടുത്ത ഭാഗം നാളെ.